ഫാമിലിയിലുണ്ടാവുന്ന ഇഷ്യൂസ്, ഫാമിലി വ്ളോഗ്സ് ഒരുപാടുണ്ട്. ഈ ഫാമിലി വ്ളോഗ്സിനാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ്. അതിലൊരു നെഗറ്റീവ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് ഓഫ് കോഴ്സ് കൂടും. ഇതിന്റെ ഒരു കാരണം അവർ നോക്കുമ്പോൾ എന്റെ ഫാമിലി ഈസ് ബെറ്റർ. 8 hours of sleep നമുക്ക് ബേസിക്കലി വേണോ? അപ്പം നമുക്ക് മെമ്മറി കുറയാന്നുള്ളതിന്റെ കാരണം അറ്റൻഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ബുക്ക് റീഡിങ്ങിൽ ഒത്തിരി അറ്റൻഷൻ സ്പാൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. മൾട്ടി ടാസ്കിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. ഈ അടുത്ത് ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ സെലക്ട് ചെയ്തു. ആൻഡ് ദ ടേം ഇസ് ബ്രെയിൻ റോട്ട്. നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഹീൽ മൈൻഡിന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അർപ്പിത സച്ചിന്ദ്രൻ. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു. യുനോ പ്രോബ്ലം റൈസ് ചെയ്യണത് ആക്ച്വലി സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. സോ നമുക്ക് എങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം? വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ദാറ്റ്? സോ ഈ പറഞ്ഞ സെയിം തിങ് റെസിപ്രോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയോ ആ ഒരു ടൈം മുതൽ നമ്മളുടെ കൺട്രോൾ, നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ്, നമ്മളൊരു കാര്യം ഇപ്പോൾ ഒരു കാര്യം പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ചോയ്സസ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മളുടെ ക്ലോത്തിങ്, ഇതെല്ലാം വരുന്നത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോ അത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ. അപ്പം ഇതിനെ ഒരു എന്ത് കാര്യത്തിനെയും പോലെ തന്നെ ഇതിനെ ഒരു ലിമിറ്റിൽ നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും പണ്ടേ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഇപ്പം ഇത് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് വരുന്നുണ്ട്. ബേസിക്കലി നമ്മൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് നെസസറി അല്ലാത്ത കണ്ടൻറ്റുകൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നമ്മളത് കാണുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് അതിൻ്റെ ഫങ്ഷനിങ് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡ് കൊണ്ട് നമ്മുടെ ബ്രെയിൻ സ്ലോ ആയി പോവുക എന്ന് പറയുന്നത് ആ ഒരു ബേസിസിലാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. സോ കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി, ഡിസിഷൻ മേക്കിംഗ്, അറ്റൻഷൻ സ്പാൻ, ചോയ്സസ് നമ്മൾ എടുക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പം എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ ആ ക്വസ്റ്റ്യനോട് റെസ്പോണ്ട് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ഈ ടൈം പോലും ഡിലേ ആയി പോകും. സോ ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ട് വരുന്ന ഒന്നാണ്. ഇതിനിപ്പോൾ ഞാൻ കേട്ടിടത്തോളം റിവാർഡ് സിസ്റ്റം വെച്ചിട്ടാണ് ബേസിക്കലി സോഷ്യൽ മീഡിയ ആ എൻ്റയർ പ്ലാറ്റ്ഫോം തന്നെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് നമുക്ക് അതേ റിവാർഡ് സിസ്റ്റം ഉപയോഗിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് ലെവറേജ് ചെയ്യാൻ പറ്റുക? അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്താണ്? ഈ റിവാർഡ് സിസ്റ്റം ഡിജിറ്റൽ ആവുമ്പോഴാണ് ഇഷ്യൂസ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം, നമ്മുടെ കോവിഡ് ടൈമിൽ ഒരുപാട് സൂയിസൈഡുകൾ നടന്നിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ വീഡിയോ ഗെയിംസ് ഒക്കെ കുട്ടികൾ ഒരുപാട് യൂസ് ചെയ്തിട്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. 3-4 lakhs ഡെപ്റ്റ് പാരൻസിന് ഉണ്ടാക്കി വെച്ചതിന്റെ ബേസിസ്. സോ ഇതും ഒരു കൈൻഡ് ഓഫ് റിവാർഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ ഈ ഗെയിംസ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് ഒരു റിവാർഡ് സിസ്റ്റത്തിലാണ്. നമുക്ക് ഈ റിവാർഡ്സിനെ ഫിസിക്കലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും നീഡഡ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ പാരന്റിങ്ങിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വർക്ക് സ്പേസിൻ്റെ കാര്യത്തിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും പറയുന്നത് നിങ്ങളൊരു റിവാർഡ്സിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയീസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ദേ വിൽ ബി ഹാപ്പി. പക്ഷേ ഈ റിവാർഡ്സ് ഓവർലോഡഡ് ആയിട്ടാണ് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഗെയിമിലൊക്കെ കിട്ടുന്നത്. അൺനെസസറി ആയിട്ടുള്ള റിവാർഡ്സ് ആണ്. അതെ, ത്രെഷോൾഡ് കൂടുന്നതിനേക്കാൾ വി ആർ സീക്കിംഗ് മോർ റിവാർഡ്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്രിസിയേഷൻസ് സീക്ക് ചെയ്യാൻ തുടങ്ങി, വാലിഡേഷൻസ് സീക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്താലാണ് വിൽ ഗെറ്റ് സംതിങ് റിവാർഡ്സ്. ഇപ്പൊ അതല്ല, നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ക്രിയേറ്റീവ് കാര്യം ചെയ്ത് ചിലപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇപ്പോഴത്തെ വീഡിയോസ് കാണാറില്ലേ, കുട്ടികളടക്കം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് പെർസ്പെക്റ്റീവ് ആദ്യകാലത്തൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ്, അതായത് കുട്ടികളൊക്കെ വളരുന്നു, അവരവരുടെ എബിലിറ്റീസ് കാണിക്കുന്നു. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ ആ എബിലിറ്റീസ് ഒക്കെ അവരെല്ലാ സംഭവവും വിത്തൗട്ട് അത് എന്താ പറയുക മോണിറ്റർ ചെയ്യോ അങ്ങനെയുള്ള ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ ഇടാൻ തുടങ്ങി. ആൻഡ് സം വ്യൂവേഴ്സ് വരാൻ തുടങ്ങി. അതിൽ നെഗറ്റീവ് കണ്ടന്റ് ഇടുമ്പോൾ വ്യൂവേഴ്സ് കൂടി തുടങ്ങി. സോ ഈ ഒരു ബിഹേവിയർ കുട്ടികളിലും വലുതായി. അപ്പം അനാവശ്യമായിട്ടുള്ള റിവാർഡ്സ് എന്ന് പറയാം. ആൻഡ് ആ റിവാർഡ്സ് കിട്ടുന്നതിലൂടെ ആക്ച്വൽ റിവാർഡ്സിന്റെ ഇമ്പോർട്ടൻസ് പോലും കുറഞ്ഞു പോകും. അതെ. അപ്പം എന്താണ് ആക്ച്വൽ റിവാർഡ്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ എബിലിറ്റി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ആ ഒരു പ്രോപ്പർ ഫോക്കസ് കുട്ടികളിൽ പോയി പോവുക. സൊസൈറ്റിക്ക് എന്താ വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് എന്താ വേണ്ടത്, അതിനനുസരിച്ചിട്ട് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. ഇപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട്സിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് നെഗറ്റീവ് ഇടുമ്പോഴാണ് കുറച്ചും കൂടി റീച്ച് അല്ലെങ്കിൽ കുറച്ചും കൂടി എൻഗേജ്മെൻറ്റ് കിട്ടുന്നത്. ആൻഡ് വൈ ഈസ് ദാറ്റ് സോ? നമ്മൾ യൂഷ്വലി ആ നെഗറ്റീവ് കണ്ടന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴും മനുഷ്യന്മാരുടെ ഒരു ബേസിക് നേച്ചറാണ് എന്ന് പറയാം, ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ കാണുന്ന സമയത്ത് നമ്മളെ ഇൻഫീരിയോറിറ്റി കുറച്ചൊന്ന് കുറയും.
സോ നമ്മളിപ്പോൾ ആലോചിക്കുകയാണോ, ഞാനിപ്പോൾ ആലോചിക്കുകയാണ് എനിക്കധികം സംസാരിക്കാൻ പറ്റില്ല എന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ ഒരാളെ വീഡിയോ കണ്ടിട്ട് അയാൾ എന്തൊക്കെയോ അബദ്ധങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിൽ എത്രയോ ബെറ്റർ ആണ് ഞാൻ. അപ്പോൾ ആ ഒരു ഇൻഫീരിയോറിറ്റി ഇച്ചിരി കുറയും, നമ്മുടെ കോൺഫിഡൻസ് കൂടും. ആ ഒരു ബേസിസിലാണ് നമുക്കിപ്പം പ്രാങ്ക് വീഡിയോസും അല്ലെങ്കിൽ ഒരാൾക്ക് അബദ്ധങ്ങൾ പറ്റുന്ന ഇതിനൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ട് ആളുകൾ കാണുന്നത്. അപ്പോൾ അവർ വിചാരിക്കുമ്പോൾ എനിക്കിതൊന്നും പറ്റുന്നില്ല, ഐ ആം ബെറ്റർ ദാൻ ദിസ്. ഇതൊരു നെഗറ്റീവ് കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നെഗറ്റീവ് കണ്ടന്റ്സ് ഇത്രയും കൂടുന്നത്. അതുകൊണ്ടാണ് എൻഗേജ്മെന്റും ഇതെല്ലാം കൂടുന്നത്. അതെ അതെ. ഇപ്പം ഒരാൾ വേറൊരാളെ മോശമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഒരാൾ വേറൊരാളെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്. ഫാമിലി വ്ളോഗ്സ് ഒരുപാടുണ്ട്. ഈ ഫാമിലി വ്ളോഗ്സിനാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ്. അതിലൊരു നെഗറ്റീവ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് ഓഫ് കോഴ്സ് കൂടും. ഇതിൻ്റെ ഒരു കാരണം അവർ നോക്കുമ്പോൾ എൻ്റെ ഫാമിലി ഈസ് ബെറ്റർ, ഇവർക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, അപ്പം ഐ ആം ഇൻ എ ബെറ്റർ പൊസിഷൻ. ഇത് വെച്ചിട്ടാണ് അവരെപ്പോഴും ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വ്യൂവേഴ്സ്. ഇപ്പോൾ വ്യൂവർ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ എൻഡ് പോയിന്റ്, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇഫക്റ്റ് എന്തായിരിക്കും മെന്റലി ഓർ സൈക്കോളജിക്കലി വാട്ട് എവർ സെൻസിറ്റീവ്സ്? സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ അറ്റൻഷൻ സ്പാൻ ആണ് ദ ബേസിക് തിങ്. അറ്റൻഷൻ സ്പാനൊക്കെ കുറയും. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു 10th ഇപ്പം കെവിൻ്റെ കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. 10th പ്ലസ് 2 നമ്മൾ പഠിച്ചിരുന്ന ഒരു പാറ്റേൺ. ഇപ്പം ഞാൻ രാവിലെ എനിക്ക് ടൈം ടേബിൾ ഇട്ടും നമ്മുടെ സ്റ്റഡി പീരീഡിൽ രാവിലെ മുതൽ ചിലപ്പോൾ നമ്മൾ ഉച്ച വരെ ഒറ്റ സ്ട്രെച്ചിലൊക്കെ ഇരുന്ന് പഠിക്കും, 2 ചാപ്റ്റേഴ്സ് തീർക്കും. ഇതേ ഞാൻ എൻ്റെ MPhil ടൈമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ½ hour കഴിയുമ്പോൾ I'll get irritable. ഇപ്പം ഒരു 15 to 20 minutes കഴിയുമ്പോൾ I'll get irritable. എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു റെസ്റ്റ്ലെസ്നെസ് തോന്നും. പിന്നെ ഞാനൊന്ന് ഫോണൊക്കെ എടുത്ത് സ്ക്രോൾ ചെയ്യും, ഒന്ന് നടന്നിട്ട് പിന്നെയും വരും. സോ ആ ഒരു അറ്റൻഷൻ സ്പാൻ കുറയുന്നത് ഇതിൻ്റെ ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ്. ആൻഡ് സെക്കൻഡ് മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് സ്ലീപ്ലെസ്നെസ്സാണ്. അതിപ്പോൾ ഒരുപാട് പേർക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. രാത്രി ഉറക്കമില്ല, അത് അണ്ടർറേറ്റഡ് ആണ് ആക്ച്വലി. സ്ലീപ്ലെസ്നെസ് ഉറക്കമില്ല എന്നിവർ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കോസ് ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ തിങ്. ഇപ്പം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ബിക്കോസ് ഓഫ് എനിക്ക് കുറേ ടെൻഷൻ ഉണ്ട്, പ്രഷർ ഉണ്ട് എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഒക്കെ റീസൺ ഫോണും കൂടെ ആണെന്ന് അറിയുന്നില്ല ബേസിക്കലി. അതെ. ആൻഡ് അത് അറിഞ്ഞാൽ പോലും അത് മാറ്റാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് കാരണം എനിക്ക് ഉറക്കം കുറയണ്ട, എന്നാൽ ഇച്ചിരി ഉറക്കം കുറഞ്ഞോട്ടെ, ഈ രീതിയിലാണ് പലരും തിങ്ക് ചെയ്യുന്നത്. നമ്മൾ കുറേ ഫോറിൻ കൺട്രീസിലൊക്കെ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഴയ കൺസെപ്റ്റാണ്. ഒരു 1 hour ഒക്കെ മുന്നേ, ഉറങ്ങുന്നതിന് ഒരു 1 hour മുന്നേ ഫോണ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുക. ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ, അല്ലെങ്കിൽ എല്ലാവരും തമ്മിലൊന്ന് സംസാരിച്ചിരിക്കുമോ, റിലാക്സ്ഡ് ആയിട്ട് എന്തെങ്കിലും വായിക്കുമോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് പതിയെ സ്ലീപ്പിലേക്ക് പോവാം. അങ്ങനെ വരുമ്പോൾ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കൂടും. ഓക്കെ, നൈസ്. ആൻഡ് ഇപ്പോൾ എൻ്റെ ഒരു ആർഗ്യൂബിളി എന്ന് വെച്ചാൽ ഇപ്പോൾ ചോദിക്കാനായിട്ട് 8 hours ഓഫ് സ്ലീപ്പ് നമുക്ക് ബേസിക്കലി വേണോ? ഈ അവേഴ്സ് ഓഫ് സ്ലീപ്പ് വരുന്നത് നമ്മൾ ഡേ ടൈമിൽ, നൈറ്റ് ടൈമിലാണല്ലോ സ്ലീപ്പ്. ഡേ ടൈമിൽ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, വർക്ക് ഫിസിക്കലി മാത്രമല്ല മെൻ്റലി. ഇപ്പോൾ ബ്രെയിൻ എത്രത്തോളം ഫങ്ഷൻ ചെയ്യുന്നു അത്രത്തോളം റെസ്റ്റ് ബ്രെയിനിന് നീഡഡാണ്. അപ്പോൾ ഒരു ഡേ ടൈമിലൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ, ഒരു 8 hours 9 hours ഒക്കെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഹി നീഡ്സ് 8 hours ഓഫ് സ്ലീപ്പ്. അപ്പോൾ അഡൾട്ടിലേക്ക് വരുമ്പോൾ 7 to 8 hours ആണ് നമ്മൾ പറയുക. നമ്മുടെ ബ്രെയിൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് നീഡ്സ് റെസ്റ്റ്. അതിൻ്റെ ബേസിസിലാണ് വരുന്നത്. അപ്പം പർട്ടിക്കുലർലി ഇത്ര ടൈം അവേഴ്സ് എന്ന് പറയണില്ല, പക്ഷേ ഇപ്പം അതിൻ്റെ ബേസിസിലാണ് ഇപ്പം ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് സ്പെഷ്യലി എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, അപ്പോൾ പല സെൻറ്റേഴ്സിലും ഈ ടൈം സ്പാൻ അവർ 4 hours നിങ്ങൾ ഉറങ്ങിയാൽ മതി, 5 hours നിങ്ങൾ ഉറങ്ങിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് വരുന്ന ക്ലയൻസ് പലരും പറയും എന്നോട് 4 hours മതി എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കി സമയം എത്രത്തോളം ഇവർ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യണ്ടേ. ഈ പ്രോസസ്സിങ് നടക്കുന്ന റെസ്റ്റിംഗ് പീരീഡ്, അല്ലെങ്കിൽ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെയിൻ റീസ്റ്റോർ ചെയ്യുന്ന പീരീഡാണ് ഈ സ്ലീപ്പ്. അപ്പോൾ ഈ റീസ്റ്റോറേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റില്ല. പ്ലസ് മുൻപ് ഗ്യാദർ ചെയ്ത ഇൻഫോർമേഷൻസ് പ്രോപ്പറായിട്ട് സ്റ്റോർഡ് ആവില്ല. അങ്ങനെ ഒരുപാട് ഫങ്ഷനിങ് സ്ലോ ഡൗൺ ആവും. ഈ മറവി അതുപോലത്തെ കുറേ സാധനങ്ങളും ആഡപ്പ് ആവുന്നുണ്ട്. മറവി വരുന്നത് ഇപ്പം നമുക്ക് മെമ്മറി കുറയാന്നുള്ളതിൻ്റെ കാരണം അറ്റൻഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നമ്മളൊരു കാര്യം പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പ്രോസസ്സ് എടുക്കുള്ളൂ. അപ്പം നമ്മളിപ്പോൾ നല്ല രീതിയിൽ ചില കുട്ടികൾ പറയണായിട്ടില്ലേ, ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മയുണ്ടാവും. ബിക്കോസ് അവർക്ക് അത്രയും അറ്റൻഷൻ ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് അവർ കുറച്ചത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മെമ്മറിയിൽ നിൽക്കും. ആ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മെമ്മറി കുറയും. അറ്റൻഷൻ സ്പാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു യൂസർ എങ്ങനെയാണ് അറ്റൻഷൻ സ്പാൻ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ കൺസിഡർ ലൈക്ക് 10 seconds ഇസ് മൈ അറ്റൻഷൻ, ഹൗ ക്യാൻ ഐ ഇൻക്രീസ് ദാറ്റ്? എന്തൊക്കെ മെത്തേഡ്സ് ആണുള്ളത്? ഇനീഷ്യലി നമ്മൾ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഗാഡ്ജറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടൈം, സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസിന് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ മാത്രമായിട്ട് ഒരു ടൈം
മാറ്റി വെക്കുവാണെങ്കിൽ, അതായത് ഇൻ ബിറ്റ്വീൻ സ്റ്റഡിയുടെ ടൈമിലൊന്നും ഗാഡ്ജറ്റ്സ് അടുത്തേ വെക്കരുത്. അപ്പം അതിന് പകരം ഇപ്പം ഇഫ് യു ഒരു 10 സെക്കൻഡ്സ് ആണ് അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇനീഷ്യലി ഈ 10 സെക്കൻഡ്സ് ടൈം കഴിഞ്ഞിട്ട് ഒരു +1 or 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ്സ് ആണ് നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ. അപ്പോൾ ഈ 10 സെക്കൻഡ്സ് നിങ്ങളൊരു കാര്യം അറ്റൻഡ് ചെയ്യുക, +1 or 2 സെക്കൻഡ്സ് കൂടെ പുഷ് ചെയ്യുക, എന്നിട്ട് ടേക്ക് എ ബ്രേക്ക്. ദെൻ ആ ബ്രേക്കിൽ ഒരിക്കലും ഗാഡ്ജറ്റ്സോ മറ്റു കാര്യങ്ങളോ യൂസ് ചെയ്യാൻ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് എണീറ്റ് വീട്ടിലാണെങ്കിൽ ഒന്ന് നടന്നിട്ട് വന്ന് വെള്ളമൊക്കെ കുടിച്ച് അമ്മ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് തിരിച്ച് വരുമ്പോഴത്തേനും വിൽ ഗെറ്റ് റീഫ്രഷ്. ഇപ്പം നമ്മൾ സ്കൂളിലാണെങ്കിലും നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ട് തിരിച്ച് വീണ്ടും ഈ 10+2 ദെൻ ആ 2 കംഫർട്ടബിൾ ആവുമ്പോൾ, അതായത് 12 സെക്കൻഡ്സ് കംഫർട്ടബിൾ ആവുമ്പോൾ ടേക്ക് +2. അങ്ങനെ കുറച്ചായിട്ട് നമ്മൾ ഇത് കൂട്ടി വരാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതിൽ നമ്മൾ യൂഷ്വലി പറയുന്നത് ബേസ് ടൈം, ഇപ്പോൾ പറഞ്ഞ ബേസ് ടൈം കാണാന്നുള്ളതാണ്. അതാണ് 10 സെക്കൻഡ്സ്. അപ്പോൾ ആ ബേസ് ടൈം വെച്ചിട്ട് ഗ്രാജുവലി പതിയെ നമ്മൾ പുഷ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ്. ഇനിയിപ്പോൾ സ്റ്റുഡൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഐ ഹാവ് സീൻ 2 ടൈപ്സ് ഓഫ്, അതായത് ഒന്ന് പോമഡോറോ 25 മിനിറ്റ് പഠിക്കുന്നു ആൻഡ് യു ടേക്ക് റെസ്റ്റ് ഫോർ 5 minutes, ആൻഡ് വെറാസ് ഡീപ്പ് വർക്ക് ഒരു ലോങ് സ്ട്രെച്ച് ഓഫ് ടൈം. വിച്ച് ഈസ് ബെറ്റർ അക്കോർഡിംഗ് ടു യു? വിച്ച് ഈസ് ബെറ്റർ ഫോർ യു എന്നുള്ളതാണ്. ഇപ്പം ഈ മെത്തേഡ്സും കെവിൻ എങ്ങനെയാണ് കണ്ടത്? ഒബ്വിയസ് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്നും പറയാം. ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ സൈക്കോളജി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കൺസെപ്റ്റ്സ് കൊടുക്കുന്ന ഓഫ് കോഴ്സ് അവയർനെസ് ഉണ്ടാക്കും. പക്ഷെ അത് വെച്ചിട്ട് വി കനോട്ട് ഡയഗ്നോസ് അവർ സെൽഫ്. ഇപ്പം നമ്മൾക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ ആവുക. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓക്കെ ഇന്നതാണ് സ്റ്റഡി മെത്തേഡ് ബെറ്റർ, അല്ലെങ്കിൽ ഇന്നതാണ് അറ്റൻഷൻ കൂട്ടാൻ ബെറ്റർ എന്ന് വിചാരിച്ച് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ കെവിൻ ഏതാണോ കംഫർട്ടബിൾ എന്ന് രണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ യു നോക്കിയിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഇൻ ബിറ്റ്വീനുള്ള ബ്രേക്സ് നെസസറി ആണോ ആക്ച്വലി? ഇറ്റ് ഈസ് അപ് ടു യുവർ അറ്റൻഷൻ സ്പാൻ. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൊഗ്നിറ്റീവ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നത് ഓഫ് കോഴ്സ് ബെറ്റർ ആയിരിക്കും. സ്പെഷ്യലി ഇപ്പോൾ നമ്മളുടെ ബ്രെയിൻ കുറച്ച് സ്ലോ ഡൗൺ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ട് മെൻ്റലി ആൻഡ് ഫിസിക്കലി വി ആർ ടയേർഡ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം പീരീഡിൽ ഓഫ് കോഴ്സ് വി നീഡ് ടു ടേക്ക് ബ്രേക്ക്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒറ്റ സ്ട്രെച്ചിൽ പഠിച്ചത് ബ്രെയിനിൽ കയറണ്ടേ, ഈ കയറുന്ന പ്രോസസ്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് ഇരുന്ന് പഠിക്കും, ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അത് റീചെക്ക് ചെയ്യുമ്പോൾ അതിൽ പകുതി മുക്കാലും പോയിട്ടുണ്ടാവും. ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ബ്രേക്ക് എന്നുള്ളതാണ് പറയുന്നത്. യുനോ ഇപ്പോൾ ഐ ഹാവ് സീൻ, ഐ തിങ്ക് യു ആർ ഗുഡ് റീഡർ. ഇപ്പോൾ റീഡിങ് ബുക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഒരു ആസ് ഐ ടോൾഡ് സോഷ്യൽ മീഡിയ, അതായത് ബിൽ ഗേറ്റ്സ് ഈ അടുത്ത് വരുന്ന പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഐ വുഡൻ ബി എ ബില്യനെയർ എന്നാണ്. അപ്പോൾ ഹി ഹാഡ് ദിസ് എ മേജർ ചങ്ക് ഓഫ് ഹിസ് ലൈഫ് ബൈ റീഡിങ് ബുക്സ്. ഡസ് ദാറ്റ് ഹെൽപ്പ്? ബുക്ക് റീഡിങ്ങിൽ ഒത്തിരി അറ്റൻഷൻ സ്പാൻ ആവശ്യമുള്ളൊരു കാര്യമാണ്. സോ ഇപ്പം ബുക്ക് ഞാൻ റീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു, പക്ഷേ എൻ്റെ പണ്ടത്തെ റീഡിങ് കപ്പാസിറ്റി ഇപ്പോഴത്തെ റീഡിങ് കപ്പാസിറ്റി ഒത്തിരി ഡിഫറൻസ് വന്നു. ഇപ്പോൾ കുറച്ച് നേരം നമ്മൾ റീഡ് ചെയ്യുമ്പോഴത്തേനും വിൽ ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. നമ്മളപ്പോൾ ബുക്ക് ക്ലോസ് ചെയ്യും, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോകും. അതായത് നമുക്കൊരു പീസ്ഫുള്ളി മൈൻഡ്ഫുള്ളി ഒരു ആക്ടിവിറ്റി, അത് റീഡിംഗ് എന്നുള്ളതല്ല, ഒരു ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ റിലാക്സ് അവർ മൈൻഡ് ബോഡി. അതനുസരിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഓക്കെ. അത് റീഡിങ് തന്നെ ആവണം എന്നില്ല, വേറെ എന്ത് ആസ്പെക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്താലും മൈൻഡ്ഫുള്ളി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടും സാധിക്കും. ഇനിയിപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് ഇത് പറയുമ്പോൾ മൾട്ടി ടാസ്കിങ് ആണ്. അത് ആക്ച്വലി കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ഗുഡ് തിങ്. ബട്ട് ഇപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതിന് ഇങ്ങനെ പറയുന്നുണ്ട് പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ടെന്ന്. സോ വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ദാറ്റ്? മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമ്മൾ ഒരു അറ്റൻഷൻ, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫോക്കസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കെവിനോട് സംസാരിക്കുന്നു, എനിക്ക് അപ്പുറത്തുനിന്ന് ഒരു പാട്ട് കേൾക്കുന്നു. ഈ രണ്ട് കാര്യവും കുറച്ച് കഴിഞ്ഞ് എന്നോട് ചോദിക്കുക, കെവിൻ എന്താ സംസാരിച്ചേ പ്ലസ് ആ സോങ് എന്തായിരുന്നു. ഇതിൻ്റെ കെവിനോട് സംസാരിച്ചതിൻ്റെ കുറച്ച് ബൈറ്റ്സും സോങ്ങിൻ്റെ കുറച്ച് ബൈറ്റ്സും ആയിരിക്കും എനിക്ക് കിട്ടാം. സോ രണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതേസമയം ഇത് ഒരൊറ്റ ടൈമിൽ ഞാൻ കെവിനോട് സംസാരിക്കും, അടുത്ത ടൈമിൽ സോങ്ങും ആയിരുന്നെങ്കിൽ എനിക്കിത് രണ്ടും കംപ്ലീറ്റ്ലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് വേണ്ട കുറച്ച് സമയങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുക്കിംഗ്, ഇതൊക്കെ നമുക്ക് ഡിവിഷൻ ഓഫ് അറ്റൻഷൻ വേണ്ട ആസ്പെക്റ്റുകളാണ്. സോ ഈ പർട്ടിക്കുലർ ടാസ്കിൽ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. അതല്ലാത്ത സമയത്ത് നമുക്ക് ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുമ്പോൾ അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുക, പ്രൊഡക്ടിവിറ്റി കൂടുകയുള്ളൂ. നമുക്ക് ക്വാളിറ്റി ആണ് വേണ്ടതെങ്കിൽ ഓഫ് കോഴ്സ് യു നീഡ് ടു ഫോക്കസ് ഓൺ വൺ തിങ്. ഞാൻ നേരത്തെ മുമ്പ് പോഡ്കാസ്റ്റിൽ പറഞ്ഞതാണ്,
we are so connected that we are lonely at the same time. So let's talk about maintaining relationships. അപ്പോൾ yeah, what are your thoughts on that? ഞാൻ കപ്പിൾ തെറപ്പീസ് കാണുന്ന ഒരാളാണ്, മാരീഡും അൺമാരീഡും ആയിട്ട് ഉള്ള കപ്പിൾസിൻ്റെ കപ്പിൾ തെറപ്പി. സോ അതിൽ വരുന്ന ഒരു മേജർ ഇഷ്യൂ അറ്റൻഷൻ തരുന്നില്ല എന്നുള്ളതാണ് പറയാം. ഈ അറ്റൻഷൻ തരാത്തതിൻ്റെ റീസൺ ചോദിക്കുമ്പോൾ മറ്റേ പാർട്ട്ണർ ഓഫ് കോഴ്സ് ഫോണായിരിക്കും. ആൾ എന്തെങ്കിലും ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സ്ക്രോളിങ് ഈസ് ഓൾസോ ഒരു ബ്രെയിൻ റോട്ടിങ്ങിൻ്റെ ഒരു വലിയ ഇഷ്യൂ ആണ്. നമ്മൾ ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നുമില്ല. അപ്പം ആ പാർട്ട്ണർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, നീ ഇന്നതാണ് പറഞ്ഞത് നല്ലോ, പക്ഷെ ആ ഒരു ആക്റ്റീവ് ലിസണിങ് വരുന്നില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഇത് ഗ്രാജുവലി എങ്ങനെയാണ് പോകാന്ന് വെച്ചാൽ മറ്റേ പാർട്ട്ണറും ദേ ഓൾസോ സ്റ്റാർട്ടഡ് യൂസിങ് ഗാഡ്ജറ്റ്സ്. കാരണം രണ്ടുപേരും മാത്രമേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടിലുണ്ടാവുള്ളൂ. സോ ഒരു പേഴ്സൺ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ മറ്റേ ആളും ഗ്രാജുവലി ഗാഡ്ജറ്റ്സിലേക്ക് പോകും. ഇവരെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടാവും. ഈവൻ ബെഡ് ടൈമിൽ പോലും ഈ ഗാഡ്ജറ്റ്സ് മാത്രമായിട്ട് പോകുന്നൊരു ഇതിലേക്ക്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് കുറയും, റിയൽ ലൈഫ് കണക്ഷൻസ് കുറയും, റിയൽ ലൈഫ് മൊമെൻറ്റ്സ് കുറയും. ഇപ്പോൾ ഒരുമിച്ച് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരുമിച്ച് പുറത്ത് പോവുക, ഒരുമിച്ച് ഫ്രണ്ട്സിനെ കാണുക, സെലിബ്രേറ്റ് ചെയ്യുക, ഇതൊക്കെ കുറയും. സോഷ്യൽ മീഡിയയിലാവും ഇതെല്ലാം വരുന്നത്. അതെ, നമ്മൾ ആ ചീപ്പ് ഡോപ്പമിൻ്റെ പിന്നാലെ ഓടാണ് ആക്ച്വലി. അപ്പോൾ ആ ഡോപ്പമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞ കാര്യത്തിൽ വരുന്നത് ഈ ഡോപ്പമിൻ റിലീസാണ്. ഡോപ്പമിൻ റിലീസ് കൂടുതലായി ഇപ്പോൾ. ഇത്രയും അധികം ഡോപ്പമിൻ റഷിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു കാര്യം ക്വാളിറ്റി ആയിട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇനഫ്, അല്ലെങ്കിൽ നല്ല റിവാർഡ് കിട്ടും, അതിൽ നമ്മൾ ഹാപ്പി ആവും. പക്ഷേ ഇപ്പൊക്കെ ഷോർട്ട് ടൈം ആണ്. അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു കണ്ടന്റ് ചെയ്തു, ഞാൻ അടുത്ത നിമിഷം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഐ എം എക്സ്പെക്ടിങ് ലൈക്സ്, ഐ എം എക്സ്പെക്ടിങ് കമൻറ്റ്സ്, ഇപ്പോൾ കിട്ടും, എനിക്ക് ഇപ്പോൾ റിവാർഡ് വേണം. സോ ആ ഒരു റഷിലേക്ക് നമ്മളുടെ ബ്രെയിൻ പോവാണ്. ഐ തിങ്ക് ഇറ്റ്സ് ബിൽഡ് ദാറ്റ് വേ. ഞാൻ ഇത് സോഷ്യൽ ഡിലെമ കണ്ടിട്ടാണ് ഇതൊക്കെ കുറേയൊക്കെ മനസ്സിലായത്. സോ ഇപ്പോൾ ഡോപ്പമിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ഞാൻ കുറച്ച് ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറഞ്ഞൊരു വേറെ ടോപ്പിക് ഉണ്ട്. സോ ഞാൻ ഒരിക്കലും അത് ട്രൈ ചെയ്തു, ബട്ട് അപ്പോൾ ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് ഒരു ടൈം എത്തി വേർ ഐ ഫീൽ ലൈക്ക് ഐ ആം യൂസിങ് സോഷ്യൽ മീഡിയ റാദർ ദാൻ ദ ഓപ്പോസിറ്റ്. ആൻഡ് അതിനുശേഷം വേർ ഐ ഫീൽ ഐ എം ഇൻ കംഫർട്ട് സോൺ ഇത് സ്കൈ റോക്കറ്റ്സ്. സോ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് എന്താണ് വേണ്ടത്? ഇത് പ്രാക്ടിക്കലി നമ്മൾ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്ന കാര്യമല്ലേ പറഞ്ഞു. ഡിജിറ്റൽ ഡീറ്റോക്സിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയാണോ ചെയ്തത്, അതോ കുറയ്ക്കുകയാണോ ചെയ്തത്? ബേസിക്കലി ലൈക്ക് ഒരു ദിവസം മേ ബി ലൈക്ക് ഒരു 10 minutes അത്രത്തുള്ളൊരു ഇതാണ് കൊടുത്തത്. എത്ര സമയം മുന്നേ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് യൂഷ്വലി ഐ ഗസ് ടോട്ടലി ഒരു 4 hours 4.5 5 വരുന്നുള്ളൂ. അപ്പോൾ ഈ 5 hours-നെ 10 minutes-ലേക്ക് ഷ്രിങ്ക് ചെയ്യുന്നതിന് പകരം 5 hours-നെ മേ ബി ഒരു 2.5 hours-ലേക്ക് ഇനീഷ്യലി ഷ്രിങ്ക് ചെയ്താൽ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആൽക്കഹോൾ കൺസെപ്ഷൻ അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷനും ഡിജിറ്റൽ അഡിക്ഷനും സിമിലറായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആൽക്കഹോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ ഇപ്പോൾ അയാളെ സെൽഫായിട്ട് വിത്തൗട്ട് മെഡിക്കൽ സപ്പോർട്ട് ആളെ സെൽഫായിട്ട് വിചാരിക്കുകയാണ്, ഓക്കെ നാളെ മുതൽ ഞാൻ കംപ്ലീറ്റ്ലി ആൽക്കഹോൾ നിർത്തി, ഒരു മാസത്തേക്കൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി, ഇപ്പോൾ വ്രതം പോലെ ഒരു മാസത്തേക്ക് ഞാൻ കംപ്ലീറ്റ്ലി നിർത്തി. ഇത് സംഭവിക്കുന്നത് ഈ 1 month കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്, അതായത് മുന്നേ കുടിച്ചതിൻ്റെ ഇരട്ടി എമൗണ്ടിലേക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിന് പകരം ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരുവാണെങ്കിൽ ഹി ക്യാൻ കൺട്രോൾ. ഇത്ര ലെവലിൽ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്യാം. ഐ തിങ്ക് ആ തിരിച്ചറിവ് തന്നെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് എന്നിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് കൊടുക്കാം. അതെ, നമ്മൾ അതിൻ്റെ കൂടെ വേറെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഇപ്പം യൂഷ്വലി ഞാനിപ്പോൾ 1-2 തവണ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തു. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡേ എത്ര സമയം മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ ഒരു തോട്ടും ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതല്ലേ. ഇപ്പം കെവിൻ ഞാനും സംസാരിക്കുന്നുണ്ട്, അപ്പം എൻ്റെ ഉള്ളിൽ ഒരുപാട് തോട്ട്സ് പോകുന്നുണ്ടാവും. ഈ തോട്ട്സിലേക്ക് ഞാൻ സൈഡിലേക്ക് വിട്ടിട്ട് ഇതിൽ ഫോക്കസ് കൊടുക്കാതെ ഞാൻ കെവിനിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ്. എന്നാൽ അതേസമയം ഈ തോട്ട്സിനൊന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ലോ, അത് ആ വഴിക്ക് പൊക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എത്ര സമയം ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. നമ്മൾ അതിൽ പറയും മൈൻഡ്ഫുൾ വാക്കിംഗ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണ്, TV, എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസാണ് നമുക്ക്. ഇതില്ലാണ്ട് സമാധാനമായിട്ട് നമ്മളെ മുന്നിലിരിക്കുന്ന ഫുഡ് എൻജോയ് ചെയ്ത് അതിൻ്റെ കളറും ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഡേയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുക, അതിൻ്റെ കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരു പെർ ഡേ ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ചെയ്യുക. ഇതിന് നമ്മൾ ബേസിക്കലി സൈക്കോളജിയിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്നാണ് പറയുക. അതായത് സ്റ്റുഡൻസിനും ഓഫ് കോഴ്സ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് പ്ലസ് സോഷ്യൽ ലൈഫ്, ഹോബീസ്, അവരുടെ സ്ലീപ്പ്, ഫുഡ് ഇൻടേക്ക്, ഇതിനെയൊക്കെ അവർ ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇതിൽ സോഷ്യൽ മീഡിയയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ മുന്നേ അത് റിക്വയർഡ് ആയിട്ടില്ല, ഇപ്പോൾ അത് വളരെ നെസസിറ്റി ആണ്. ഇതുകൊണ്ട് അതുകൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്.
ഞാനിപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒത്തിരി സ്ക്രീൻ ടൈമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ലൈക്ക് എന്ത് ചെയ്താലും 2 കാര്യങ്ങളാണ് ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, തീരെ ഇൻട്രസ്റ്റ് ഇല്ല. രണ്ടാമത്തത്, എപ്പോഴും ഒരു ഫെറ്റീക്കാണ്. സോ വൈ ഈസ് ദാറ്റ്? ആൻഡ് അത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കാരണമായിരിക്കാം. ഓർ വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ദാറ്റ്? നമ്മൾ ഈ ബ്രെയിൻ റോട്ട് വരുന്നതിന് കുറച്ച് നാൾ മുന്നേ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞിട്ട് കുറെ കാലം ഒരു ഡിസ്കഷൻ വന്നിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കേട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഇപ്പം ഓഡിയോ ബുക്സ് വളരെ അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം, ചുമ്മാ ഓഡിയോ ബുക്സ് കേൾക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടന്റ് കേൾക്കുക. പെയ്ഡ് യൂട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ടോ കെവിൻ? പെയ്ഡ് യൂട്യൂബിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ സ്ക്രീൻ ഓഫ് ചെയ്ത് വെച്ചാലും നമുക്ക് ഓഡിയോ കേൾക്കാം. അപ്പം അതൊക്കെ എയിം ചെയ്യുന്നത് എന്താ, നമുക്കൊരു ഫ്രീ ടൈം ഉണ്ടെങ്കിലും വി ക്യാൻ ലിസൺ സംതിങ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇൻഫോർമേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു നീഡഡ് അല്ലാത്ത ഇൻഫോർമേഷൻസ് ഇത് ഓവർലോഡായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷനിലേക്ക് കൊടുക്കാൻ എനർജി ഉണ്ടാവില്ല ബ്രെയിനിന്. ബ്രെയിനൊരു ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബാറ്ററി ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീഡഡ് ആയിട്ടുള്ളതിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ രാത്രി ഒത്തിരി ഇരുന്ന് ഷോർട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഗെയിംസൊക്കെ കളിച്ച് അവരുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി എനർജി പോയിട്ടുണ്ടാവും. അപ്പോൾ ഡേ ടൈമിൽ വന്നിട്ട് അവർക്ക് ക്ലാസ്സിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ അതിൻ്റെ ഒപ്പം സ്ലീപ്പിൻ്റെ ഒരു ഡിപ്രവേഷനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും കിട്ടുന്നില്ല അവർക്ക് ബ്രെയിനിന്. ഇപ്പോൾ പല കുട്ടികളും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ്. പക്ഷേ നമ്മൾ ഒന്ന് നോക്കിയാൽ മൊബൈൽ യൂസ് ചെയ്ത് നമുക്ക് ഉറങ്ങാം. എങ്ങനെയാണ് നമ്മുടെ കണ്ണൊക്കെ കഴിച്ച് ഭയങ്കര ഉറക്കം വന്ന് നമ്മൾ കിടക്കും. അതിൽ ക്വാളിറ്റി കുറവായിരിക്കും. എങ്ങനെയോ ഉറങ്ങി പോകുന്നതാണ്, പക്ഷെ പിറ്റേ ദിവസം കറക്റ്റ് സമയത്ത് എണീക്കുകയും വേണം. അപ്പോൾ പ്രോപ്പർ റെസ്റ്റും കിട്ടുന്നില്ല നമുക്ക്. ഇതിനിപ്പോൾ ആ കൊറോണ ടൈമിൽ ഐ വുഡ് സേ ഇപ്പോൾ സ്റ്റുഡൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു തിങ്കളൊക്കെ സ്മോൾ ചൈൽഡ് ഇപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഭയങ്കര അഗ്രസീവ് ആവുന്നുണ്ട്. സോ അതിനിപ്പോൾ ഒരു ബേസിക്കലി നമ്മുടെ ഓഡിയൻസ് കോളേജാണ്. ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ആസ്കിങ്, ഇപ്പോൾ ആ ഒരു കപ്പിൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് ഒരു കുട്ടി അഗ്രസീവ് ആവുന്ന ടൈമിൽ? ഈ കുട്ടി ആദ്യം അഗ്രസീവ് ആവുന്നതിന് മുന്നേ ഈ കുട്ടിക്ക് ഫോൺ കൊടുക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇനീഷ്യൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. സോ നമ്മുടെ അടുത്തേക്ക് ഇപ്പം എൻ്റെ അടുത്തേക്ക് ഒരു +2 മുതലുള്ള കുട്ടികളൊക്കെ വരാറുണ്ട്. അപ്പം ഒരു +2 ഒരു പയ്യൻ്റെ ഫോൺ ഞാൻ മേടിച്ചു വെച്ചു. ഫോൺ മേടിച്ചു വെച്ചതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ആ ഡോറൊക്കെ ഇടിച്ച് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒച്ച ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി. ആൻഡ് ആ പാരൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാം ആ ഫോൺ കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇനീഷ്യലി. അതായത് ആ കുട്ടി വാശി പിടിക്കുമ്പോൾ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ വേഗം തന്നെ ആ വാശി അങ്ങ് തീർക്കാൻ ഫോൺ കൊടുക്കും. ഇപ്പം കുറച്ച് ഫ്രീ ടൈം പാരൻസിന് എടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഫോണോ ടി വിയോ കൊടുത്ത് ഇരുത്തി കഴിഞ്ഞാൽ കുട്ടി അതിൽ ഇതായി പോകുമല്ലോ. പക്ഷെ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നതാണ് വിർച്വൽ ഓട്ടിസം എന്നൊക്കെ പറയുന്ന ഒരു മേഖലയിലേക്ക് പോവാം. ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡർ ഉണ്ട്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് സോഷ്യലി ഒന്നും ആക്റ്റീവ് ആവാനായിട്ട് പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവായിരിക്കും, ഒത്തിരി ലൈറ്റ് സൗണ്ട് അതിനോട് ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയാണ്. അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനെ മിമിക് ചെയ്തുകൊണ്ട് ഇപ്പം ഫോണും ടി വി ഒരുപാട് കാണുന്ന കുട്ടികൾ സിമിലർ വേയിൽ ഒരുപാട് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടിസത്തിൻ്റെ മെഷർമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു റേഞ്ചിൽ എത്തുന്നില്ല, പക്ഷെ സ്റ്റിൽ ഓട്ടിസം ഉണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ടി വി ഫോണൊക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ റിയൽ ലൈഫിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. ആൻഡ് അവർ ഇതിലോട്ട് മാത്രം ഫോക്കസ് ആകുമ്പോൾ അവർ അവരുടെ വേൾഡിൽ നിൽക്കുകയാണ്. അവർ സെൽഫ് സ്മൈലിങ്ങും സെൽഫായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഓട്ടിസത്തിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഇവർക്ക് വരും. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഒരു അഡോൾസൻ കുട്ടികളിലിപ്പം നോക്കിക്കഴിഞ്ഞാൽ കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് പല കുട്ടികളും ഫോണിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്ക്. അവർ പറയുമ്പോൾ പറയാം എനിക്ക് ഡിജിറ്റലിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, സംസാരിക്കും, ഈവൻ ചാറ്റ് ചെയ്യും. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ആ ആൾക്കാരെ കാണുന്ന സമയത്ത് അവർ അവോയ്ഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ്. നേരത്തെ പറഞ്ഞ പോലെ കണക്റ്റഡ് എന്താ പറയുക ലോൺലി എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഈ ഭയങ്കര ലോൺലിനെസ് ഉണ്ടാവും. ബിക്കോസ് അവരുടെ സെൽഫായിരിക്കില്ല അവർ പ്രൊജക്റ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ അവരൊരു പക്ഷേ അവരുടെ ഫോട്ടോസൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് അവരുടെ ആക്ടിവിറ്റീസൊക്കെ മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിൽ അവർ ഭയങ്കര സോഷ്യൽ ആണെന്നുള്ള രീതിയിലിട്ട് ആക്ച്വലി അവർ ഭയങ്കര ലോൺലി ആയിരിക്കാം. മേ ബി അവർ കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം. പക്ഷെ അത് പ്രൊജക്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിയൽ ലൈഫിൽ വരുമ്പോൾ ആ അൺമാസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആൾക്കാർ ജഡ്ജ് ചെയ്യുമോ, അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ, അങ്ങനെയുള്ള കുറേ തോട്ട്സും ഈ കുട്ടികൾക്ക് ഉണ്ടാവും. ആൻഡ് അതിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ആ സോഷ്യൽ മീഡിയ ആക്ച്വലി ആ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇല്ലേ, അതിൻ്റെ പ്രിൻസിപ്പിളിലാണല്ലോ ബേസിക്കലി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഐ വുഡ് സേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ളൊരു ഈവൻ ഇഫ് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ഐ ജസ്റ്റ് വാണ്ട്സ് ടു എന്താ പറയുക ഹീ ഈസ് സംതിങ് അബൌട്ട് ഇറ്റ്. ആ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഹീ ഹാസ് സ്റ്റാർട്ടഡ് യൂസിങ് സോഷ്യൽ മീഡിയ എഫക്റ്റീവ്ലി. ഇനി നമുക്ക് മോട്ടിവേഷനാണ്. സോ ദർ ഇസ് എ ബിഗ് തിങ് സെൽഫ് ഡൗട്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ബേസിക്കലി അത് തന്നെയാണ്. കാരണം ഹീസ് ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ് ബൈ ലോട്ട് ഓഫ് തിങ്സ്.
ആ ഒരു സെൽഫ് ഡൗട്ട് സെൽഫ് എസ്റ്റീം എങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക? സോ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ടത് ശരിക്കും സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല അത് നമ്മുടെ ചൈൽഡ്ഹുഡ് മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ നമ്മളെ ടീച്ചേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ശരിക്കും നമ്മുടെ സെൽഫ് എസ്റ്റീം നമ്മൾ ബിൽഡ് ചെയ്ത് വരാം. ഇപ്പോൾ കറൻ്റ്ലി ഒരു പുവർ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ പേഴ്സൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ യുണീക്കാണ്, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും യുണീക്കാണ്. അപ്പോൾ അയാൾ യുണീക്കാണ്, അയാളുടെ എബിലിറ്റീസ് എന്താണ്, അയാളുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ആൻഡ് ആക്സെപ്റ്റ് ചെയ്യുക. ഇത് പല ആൾക്കാരും ഇപ്പോൾ കാണുന്ന യൂത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ക്രിറ്റിസിസം ചെയ്തെന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് ഷാറ്റേഡ് ആവും. കാരണം അവരെ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഇമേജ് റിയലിസ്റ്റിക് അല്ല, അവർ കുറച്ച് വേറെ എന്തൊക്കെയോ ആക്കിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ ഇമേജിലേക്ക് വരാം. എനിക്ക് എന്താ കഴിവുള്ളത്, എനിക്ക് എന്താ കുറവുള്ളത്, അത് ഞാൻ മനസ്സിലാക്കി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐ ക്യാൻ ബിൽഡ് ഫ്രം ദർ. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ചിലപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാം അതിലാണ്. അതിന് പകരം ഞാൻ തിങ്ക് ചെയ്യാണ് ഓക്കെ ദാറ്റ് ഈസ് നോട്ട് ഒരു നെസസറി അല്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്ന ആൾ, അങ്ങനെ ഞാൻ കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ എൻ്റെ നെഗറ്റീവ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആരെങ്കിലും എന്നോട് വന്നിട്ട് പറയാം നിങ്ങളുടെ എഴുത്ത് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞാൽ ഐ ഗെറ്റ് ഷാറ്റേഡ്. അപ്പോൾ അതാണ് ഭയങ്കര ഇതാണ്. നമ്മളത് പറയും റിയലിസ്റ്റിക് ആയിട്ടുള്ള സെൽഫ് ഇമേജും ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള സെൽഫ് ഇമേജും. ഐഡിയൽ ഇമേജ് ഇസ് ഒത്തിരി ദൂരം ഉണ്ടെങ്കിൽ, ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിൽ ഒത്തിരി ദൂരം ഉണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് പറ്റുന്ന ഒരു കാര്യം അതാണ്. ബിക്കോസ് അവർ ഈ സോഷ്യൽ മീഡിയ തന്നെ ഒരു മേജർ തിങ് ആണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന അവരുടെ തന്നെ പിയർ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും ആയിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് കാണുമ്പോൾ എനിക്കതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ അതുപോലെ ആവും എന്ന് വെച്ചിട്ട് അവരുടെ സെൽഫിനെ അവർ റിയലൈസ് ചെയ്യുന്നില്ല. അവർ ആ ആൾക്കാരെ മിമിക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സോ അതുവഴി അവരുടെ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് കുറയും. സോ ഈ ഒരു പോഡ്കാസ്റ്റിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എനിത്തിങ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ആഡ് അപ്പ്? ഇതിൽ ഏറ്റവും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻ റോട്ട് ഉണ്ട് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ യു നീഡ് ടു അതിൻ്റെ ഹെൽപ്പ്, നിങ്ങൾക്ക് സെൽഫ് ഹെൽപ്പ് എടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ കുറേ പോസിറ്റീവായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ആക്ച്വലി യു ക്യാൻ യൂസ്. അപ്പോൾ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോസിറ്റീവ് ആസ്പെക്റ്റിൽ അത് യൂസ് ചെയ്യാം. ഫോറസ്റ്റ് എന്ന് പറയുന്ന പോലുള്ള ആപ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മളുടെ സ്ക്രീൻ ടൈമിനെ മോണിറ്റർ ചെയ്ത് നിങ്ങൾ ഫോറസ്റ്റിൽ വരുന്നത് നിങ്ങളൊരു പ്ലാന്റ് എന്നിട്ട് അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര സ്ക്രീൻ കുറവ് യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാന്റ് ഗ്രോ ചെയ്യുക. അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടും ഓൾസോ പോസിറ്റീവ് വേയിൽ യു ക്യാൻ ഹെൽപ്പ് യുവർ സെൽഫ്. ഈ പറഞ്ഞതുപോലെ നമ്മളുടെ കണ്ടൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ കരിയർ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ എന്താ പറയുക നിങ്ങളുടെ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കണ്ടൻസ് എടുക്കുക. ഇപ്പോൾ ഒരു യൂട്യൂബ് ആണെങ്കിൽ നിങ്ങൾക്ക് നീഡഡ് ആയ ഒരു 3-4 യൂട്യൂബ് ചാനൽസ് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ വളരെ നീഡഡ് ആയിട്ടുള്ള കണ്ടൻസ് മാത്രം എടുക്കുക. ആ രീതിയിൽ ഡിജിറ്റൽ വേൾഡിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ്. നൈസ്. ഇതിനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഡീടോക്സ് ടൈമിങ്ങിൽ ഞാൻ കുറേ ആപ്പുകളുണ്ട്, സ്റ്റിൽ ഐ ഡു ഹാവ്. അപ്പോൾ ജസ്റ്റ് വാണ്ടഡ് ടു നെയിം എ ബിറ്റ്. ഇപ്പോൾ ആപ്പ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് ബേസിക്കലി ഇപ്പോൾ ഇത്രയും ടൈമിന് കഴിയുമ്പോൾ ഇറ്റ് ഒബ്വിയസ്ലി ക്ലോസസ് ഔട്ട്, ഇറ്റ് ഫോഴ്സ്ഫുള്ളി ക്ലോസസ് ഔട്ട്. പിന്നെ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഐദർ ഐ ഹാവ് ടു എന്താ പറയുക ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ഒരു പാസ്വേഡ് ഐ ഹാവ് ടു ടൈപ്പ് ഇറ്റ് ഓഫ് സംതിങ്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മുടെ വാച്ച് ഹിസ്റ്ററി ഓഫ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ദർ വോണ്ട് ബി റെക്കമെൻഡേഷൻസ്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഞാനൊരു പ്ലഗിൻ യൂസ് ചെയ്യുന്നുണ്ട് ഇൻ വെബ് ബ്രൗസിങ്ങിലൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഇറ്റ്സ് ദ ഗെയിം ഓഫ് തമ്പനെയിൽസ്. അപ്പോൾ നമ്മൾ ആ യൂട്യൂബിനിപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ അതിൻ്റെ പേര് അൺഹുക്ക് എന്നാണ് പേര്. ആ ഒരു എക്സ്റ്റൻഷൻ റൺ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് ആക്ച്വലി ബ്ലാങ്ക് ആണ്. യു സീ സെർച്ച്, യു സീ സബ്സ്ക്രിപ്ഷൻസ്, ബസ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? യു ക്യാൻ ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് റെസ്ട്രിക്ട് ചെയ്താൽ പോരെ ഫോൺ? അല്ല, ബട്ട് സ്റ്റിൽ ആ കുറച്ച് സമയം നമ്മൾ തന്നെ ആ ലൈൻ കുറച്ചും കൂടി ബ്ലർ ആവും ഇൻ ദ ലോങ് പീരീഡ്. സോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് നോർമലൈസ് ചെയ്യുകയാണെങ്കിൽ വി ഡോണ്ട് ജസ്റ്റ് ക്ലിക്ക് വി ഡോണ്ട് ഗോ ദർ. ഇപ്പോൾ കെവിൻ പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിസൈനിങ്, ഇങ്ങനെ പർട്ടിക്കുലർ ടെക് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ആപ്ലിക്കബിൾ ആണ്. കാരണം ഇപ്പോൾ ഞാൻ ചോദിച്ചത് മേ ബി എൻ്റെ ഫീൽഡിൽ ഐ ഡോണ്ട് നീഡ് ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇത് സ്വിച്ച് ഓഫ് ചെയ്യാം കുറച്ച് സമയത്തേക്ക് എന്നുള്ളൂ. പക്ഷേ കെവിനെ അല്ലെങ്കിൽ കെവിനെ പോലെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് യു പീപ്പിൾ നീഡ് ദിസ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സെർച്ച് ഹിസ്റ്ററി ഒക്കെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. So thank you so much. That was a great talk. Thank you.